ഇതാ കാണിച്ചു തന്നാൽ മതി. ഇതിൽ ഒരു വരി ഇതാ പിടിച്ചോളൂ. എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടേ ഇല്ല. വാട്ടർ അതോറിറ്റി ആദ്യം വെള്ളം കൊടുക്കാമെന്നുള്ള സമ്മതം നൽകി, രേഖാമൂലമുള്ള സമ്മതം, അത് സർക്കാരിൻ്റെ മുമ്പിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എടുത്ത തീരുമാനം. അപ്പോൾ ഒന്ന്, സെക്ഷൻ 14 അബ്കാരി ആക്ട് പ്രകാരം ഉള്ള പ്രിലിമിനറി സാങ്ഷനാണ് ഗവൺമെൻറ് നടത്തിയത് എന്നാണ് ഒന്ന്. അതും സർക്കാരിൻ്റെ ഭാഗത്തിട്ടില്ല. രണ്ട്, വെള്ളം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി നൽകിയ കൺസെൻറ്റിൻ്റെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനിച്ചത്. വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് വാട്ടർ അതോറിറ്റി കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്ന് എന്നാണ്. പക്ഷേ ഇത് അതിന് 5 കിലോമീറ്റർ അപ്പുറത്ത് എലപ്പുള്ളി പഞ്ചായത്തിലാണ് എന്ന വാദവും ആണ് കോടതി പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം കോടതി പറഞ്ഞത്, this will not preclude a fresh consideration of any application by the government if made on the basis of the necessary inputs. ആവശ്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ തന്നാൽ അത് പരിഗണിക്കുന്നതിന് ഇത് തടസ്സമല്ല എന്നാണ്. അപ്പോൾ സർക്കാരിനെതിരെ എന്തോ കിട്ടിപ്പോയി എന്ന നിലയിൽ ആർക്കും ആഘോഷിക്കാൻ വകുപ്പില്ല എന്ന് കോടതിയുടെ വിധി വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ല. നടപടിക്രമങ്ങളാണ്. പുതിയ ആപ്ലിക്കേഷൻ പരിശോധിക്കാൻ തടസ്സമില്ലാതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു സ്വകാര്യ മദ്യ കമ്പനിക്ക് തുടങ്ങുകയാണ്. ആ സ്വകാര്യ മദ്യ കമ്പനിയും അതിന് അനുമതി എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ സർക്കാർ ഒരു അനാവശ്യമായ ധൃതി കാണിച്ചു എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അതിൽ ഈ വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനമൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം. ഇന്നത്തെ കോടതി വിധിയോടെ പൊളിഞ്ഞു. ഇതാ കാണിച്ചു തന്നാൽ മതി. ഇതിൽ ഒരു വരി ഇതാ പിടിച്ചോളൂ. അങ്ങനെ ഒരു ആരോപണം കോടതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു ആരോപണം കോടതിയിൽ കൊടുത്ത റിട്ടിലുമില്ല. പുറത്ത് പലതും വിളിച്ചു പറയും. ഇനി കോടതി പറയണ്ട. ആ റിട്ടിൽ അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് നിങ്ങൾക്ക് കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ അവരുടെ കൺവെൻഷനിലുണ്ടോ? പുറത്ത് പറഞ്ഞതൊന്നുമല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ കാണിക്കാം. ഈ പറഞ്ഞ എന്തെങ്കിലും ആരോപണം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ തുടർ നീക്കം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെതല്ല പദ്ധതി. സർക്കാരിന്റെ നയത്തിനനുസരിച്ച് ഒരു അപേക്ഷ വന്നു. അതും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ആരൊക്കെ ഇത് വായിച്ചോ? നിങ്ങൾ ആരെങ്കിലും വായിച്ചോ? ഇല്ല. ഞാൻ അതുകൊണ്ടാണ് വായിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത്. കോടതി കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, the company submitted an application dated 30/11/2023 to the Commissioner of Excise seeking permission to install 500 KL capacity ethanol cum multi-feed distillation and IMFL bottling unit. അതായത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 30/11 കമ്പനി എക്സൈസ് കമ്മീഷണർക്കാണ് അപേക്ഷ കൊടുക്കുന്നത്, സർക്കാരിനല്ല. എക്സൈസ് കമ്മീഷണർക്കാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. The excise commissioner forwarded the application to the government along with his recommendation dated 6/2/2024 to give initial sanction for the project. മനസ്സിലായോ? എക്സൈസ് കമ്മീഷണർ ഫോർവേഡ് ചെയ്യുന്നത് ഇതിന് ഇനീഷ്യൽ സാങ്ഷൻ കൊടുക്കാനുള്ള ശുപാർശയോട് കൂടിയാണ്. കോടതി ഈ രേഖകളെല്ലാം പരിശോധിച്ചു. ഇതെല്ലാം ഞങ്ങൾ കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയണത് ഇത് ഞങ്ങൾ കോടതി സമർപ്പിച്ചിരുന്നു. കോടതി ഇത് പറയുന്നുണ്ടോ? അതും പറയുന്നുണ്ട്. ഈ രേഖകൾ സർക്കാർ ലഭ്യമാക്കിയിരുന്നെന്നും മുഴുവൻ പരിശോധിച്ചെന്നും കോടതി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ പുറത്ത് പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് ഈ വിധിയോടുകൂടി ഇപ്പോൾ വ്യക്തമാക്കി. കോടതിയിൽ ഇത് സംബന്ധിച്ച് സകല രേഖകളും ഫയലുകളും സർക്കാർ സമർപ്പിച്ചിരുന്നു. അത് പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം കോടതി പറഞ്ഞിരിക്കുന്നു. ഇനി അപേക്ഷ കിട്ടിയാൽ പരിഗണിക്കാൻ തടസ്സമില്ലെന്നും കോടതി പറഞ്ഞു.